എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ പുതിയ ഫാമിലിയിലേക്ക് സ്വാഗതം. അതെന്താ പുതിയ ഫാമിലി എന്നല്ല, നമ്മളിന്ന് വീടൊക്കെ മാറി പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനെ കണ്ടാൽ തന്നെ അറിയായിരിക്കും ഭയങ്കര ടയേർഡായിട്ടിരിക്കുവാണ്. ഇനി വേണം നമുക്ക് ഒന്നേന്നെല്ലാം നമ്മുടെ വീഡിയോസ് ഒന്ന് സെറ്റ് ചെയ്തിട്ടില്ല, ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐ കെയറിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. ഇന്ന് നമ്മുടെ ഐ കെയറിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് പോയാൽ മതി. കറക്റ്റായിട്ട് നല്ലപോലെ ഐ ഡാർക്ക്നെസ് മാറും. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രമായിരിക്കും ചെയ്യുന്നത്, അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് വരും. നമ്മൾ ചെയ്യുന്നതിനകത്താണ് ഇരിക്കുന്നത്. കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോവുക. നമ്മൾ ഒരാൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരുമ്പം ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് കറക്റ്റായിട്ട് പോയാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ്. നിങ്ങൾ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് 21 ഡേയ്സ് കണ്ടിന്യൂസ് ഇടണം. ഈ ഒരു പാക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന വളരെ നല്ല രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ കണ്ണിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ മാറ്റി ഡിസ്കളറേഷൻ മാറ്റി സൂപ്പർബാക്കാം എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും സൂപ്പർ റിസൾട്ട് കിട്ടും. അത് 100% ഞാൻ ഗ്യാരണ്ടി കറക്റ്റായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കണ്ണിന്റെ ഈ കോർണറിലുള്ള പിഗ്മെന്റേഷൻ, പിന്നെ നമ്മുടെ ഈ ഒരു നെറ്റി ഭാഗത്തൊക്കെ ഉള്ള പിഗ്മെന്റേഷൻസ്, ഇതൊക്കെ ചുണ്ടിന് ചുറ്റുമൊക്കെ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ വരും. അങ്ങനെയുള്ളൊരു പിഗ്മെന്റേഷനുള്ള ഡാർക്ക് സർക്കിളിനാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. എങ്കിലും പിഗ്മെന്റേഷനും സൂപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു പാക്കാണിത്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോ തീർന്നിട്ട് ലാസ്റ്റ് പറയാം. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും. 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു കിഡിലൻ അണ്ടർ ഐ ക്രീം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി കിടക്കാൻ നേരത്തെ കണ്ണിന് ചുറ്റും ഇട്ട് കൊടുത്ത് മസാജ് ചെയ്തിട്ട് കിടക്കാം. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. ഒരു കുഞ്ഞു പാക്കാണ്, പക്ഷെ ഇത് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. നല്ല പോലെ നിങ്ങൾ മാതളം തട്ടിയെടുക്കുമ്പോൾ മാതളത്തിനകത്ത് വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ തട്ടിയെടുക്കുമ്പോൾ തന്നെ അതിനകത്തൊന്നും വെള്ളം വരത്തില്ലേ, അതിലേന്ന് കുറച്ച് വെള്ളം എടുക്കാം. ഒരു കണക്കൊന്നുമില്ല കേട്ടോ, നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുക്കാം. എന്നിട്ട് അതിമധുരം നല്ല പോലെ പൊടിച്ചത്. അതിമധുരം പൊടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട് വാങ്ങിച്ച് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രഷായിട്ട് വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിക്കാം. അതിമധുരം പൊടിച്ചത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന്, നമുക്ക് എത്രയാണോ മിക്സ് ചെയ്ത് വെക്കേണ്ടത് അത് ആവശ്യത്തിന് എടുക്കാം. ഇത് ഒരു പിഗ്മെന്റേഷനും നല്ല പാക്കാണ്. അതായത് കണ്ണിന് ചുറ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഞാൻ ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട്. കണ്ണിന് ചുറ്റുമായിട്ട് വളരെ അധികത്തിലുള്ള പിഗ്മെന്റേഷൻ ഉള്ളത്. അപ്പോൾ ആ പിഗ്മെന്റേഷനും വളരെ നല്ലതാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തിക്കായിട്ട് നിങ്ങൾ വെക്കേണ്ട, ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വെച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരുപാട് വാട്ടറും ആകരുത്, എന്നാൽ അത്യാവശ്യം ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വെച്ചാലും മതി കേട്ടോ. കുറച്ചും കൂടെ വേണം. ഇത്രയും വാട്ടറി ആവണ്ട, കുറച്ചും കൂടെ കണ്ണിന് ചുറ്റും നമുക്കൊരു പാക്ക് ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇത്രയും തിക്നെസ് മതി കേട്ടോ, ഒരുപാട് തിക്കാവരുത്. ഇത്രയും ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കി ഒരു ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. അപ്പൊ കണ്ടില്ല, വളരെ സിമ്പിൾ ആയിട്ട്. അതിമധുരമൊക്കെ എല്ലാവർക്കും ലിക്വറൈസ് പൗഡർ എന്ന് പറയും, എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. മാതളത്തിന്റെ ജ്യൂസിന്റെ കളറ്, ജ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻസ് മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. ഞാൻ മാതളം വെച്ചുള്ളൊരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പാക്കായിരുന്നു. ആ ഒരു പാക്കിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളത് കണ്ടു നോക്കുക. സൂപ്പർ പാക്കാണ്, ഒരു വൈറ്റനിങ് ക്രീമാണത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വൈറ്റനിങ് ക്രീമാണ്. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഇതുപോലെ ഭംഗിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജ്യൂസ് നിങ്ങൾ കറക്റ്റായിട്ട് കുടിക്കണം. ജ്യൂസ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഡേ വീഡിയോ കണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുടിക്കുക. പിന്നെ ഐ മസാജിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഇട്ടിട്ടുണ്ട്. അത് കണ്ട് അതുപോലെ ഐ മസാജ് ചെയ്യുക. ഐ മസാജ് ഏറ്റവും ബെസ്റ്റ് ആണ്. ഈ 21 ഡേയ്സ് നിങ്ങൾ ഐ മസാജ് ചെയ്യണം. നമ്മുടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച ആ ഒരു കറുപ്പ് മാറാനായിട്ട് ഐ മസാജും പിന്നെ നമ്മൾ ഈ ഒരു പാക്കും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സൂപ്പർബായിരിക്കും കേട്ടോ. മിന്റ് ജ്യൂസ് ഒക്കെ നിങ്ങൾ കുടിക്കണം. ലെമൺ മിന്റ് ജ്യൂസ്, ഇതൊക്കെ ഡാർക്ക് സർക്കിളിന് ഭയങ്കര സൂപ്പർബാണ്. എന്നിട്ട് കിടക്കാൻ നേരത്ത്, നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് ഫേസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ റിംഗ് ഫിംഗറിൽ കുറച്ചെടുത്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് കട്ടിയായിട്ടുള്ള പാക്ക് അല്ലല്ലോ, ഒരു വാട്ടറി അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ണിൻ്റെ ചുറ്റും ആ മസാജ് ചെയ്ത് നല്ല പോലെ 2 കണ്ണിൻ്റെ ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ കണ്ണിനകത്ത് പോവാതെ ശ്രദ്ധിക്കണം. നല്ല പോലെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കണം. ഇട്ട് കൊടുക്കാം, ഒരു 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം.
അതിനുശേഷം ഒന്ന് ഡ്രൈ ആകുമ്പോൾ വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം നിങ്ങൾ കണ്ണിന് ചുറ്റുമായിട്ട് കൊടുക്കുക. അത് നല്ലപോലെ അങ്ങ് അബ്സോർബ് ചെയ്യും. അതുമാത്രം നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കുന്ന സമയത്ത് സ്കിന്നിന് നല്ല ഒരു ഡിസ്കളറേഷൻ ഒക്കെ മാറി നല്ല ഒരു ഈവൻ സ്കിൻ ടോൺ. നമുക്കറിയാലോ നമ്മുടെ കവിളും കണ്ണും ഒക്കെ ഒരേ കളറിലാണെങ്കിലായിരിക്കും കാണുമ്പോൾ നല്ല ഭംഗി. ചില സമയത്തൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് ഇങ്ങനെ അലഞ്ഞ് തന്നി ടയേർഡായി എൻ്റെ കണ്ണിന്റെ ഡിഫറൻസ് കാണുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തോ ഒരു വയസ്സായ പോലെ ഒരു ലുക്ക് വരും അല്ലേ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പ്, ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് നിങ്ങൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുക കേട്ടോ. വെളിയിൽ വെച്ചാലും കുഴപ്പമില്ലെങ്കിലും മാതള ജ്യൂസ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടുമോ, അതുകൊണ്ട് നല്ലപോലെ മാസമായിട്ട് കിടന്നുറങ്ങാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നല്ലപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് ഇട്ടുകൊണ്ട് കിടക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം ഇത് ഒരുപാട് ടൈറ്റ് ആകുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ പൊടിയോ ഒന്നും അല്ല. എങ്കിലും കണ്ണിനകത്ത് ഡസ്റ്റ് പോകാതിരിക്കാൻ ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുപോലെ കറക്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഇനി നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച്. അടുത്ത വീഡിയോ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് പേർക്ക് നല്ല സൂപ്പർ അമേസിങ് റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടിയവരുടെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് ഡേ 1 ഞാൻ ഇടാം. ഒരുപാട് പേര് ഫോട്ടോസ് ഒന്നും അയച്ചു തന്നില്ല. ബിക്കോസ് അവർക്ക് മേ ബി ഒരു പബ്ലിക്കായിട്ട് കാണിക്കുമ്പോൾ ഉള്ള വിഷമം ഉണ്ടായിരിക്കും. പബ്ലിക്കായിട്ട് കാണിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഉണ്ടല്ലോ, വാട്സപ്പിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം. കാണിക്കാൻ താല്പര്യമുള്ളവർ കേട്ടോ. നമ്മുടെ വീഡിയോസിൽ ഡിഫറൻസ് അറിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ഡിഫറൻസ് കിട്ടിയവരൊക്കെ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരിക. ഞാനത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നാളത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതൊരു കാര്യം മറന്നുപോയി. നമ്മുടെ പുഷ്പ ചേച്ചി നമ്മുടെ ഒരു ഗ്രൂപ്പ് മെമ്പറാണ്. ചേച്ചിക്ക് ഇന്ന് വിവാഹ വാർഷികമായിരുന്നു. ചേച്ചി ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു ഗ്രൂപ്പിൽ, പക്ഷേ എനിക്ക് വിഷ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് അയച്ചു തരുന്ന ഒരാളാണ്. ഗിഫ്റ്റ് മീൻസ് ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി നല്ലൊരു 2 ബോട്ടിൽ പശുവിൻ നെയ്യ്. ഞാൻ ഈ പുറത്തുനിന്നൊന്നും നെയ്യ് വാങ്ങിക്കാറില്ല. ഒറിജിനൽ പശുവിൻ നെയ്യാണെങ്കിൽ മാത്രം വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഒറിജിനലായിട്ട് പശുവിൻ നെയ്യ് വാങ്ങിച്ച് അയച്ചു തന്ന പുഷ്പ ചേച്ചിക്ക് ഒരുപാട് ലവ്, സ്നേഹം, മനസ്സ് തുറന്ന സ്നേഹം ഗിഫ്റ്റ് അയച്ചെന്നുണ്ടല്ലോ കേട്ടോ. അതിൻ്റെ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചിക്ക് ഒരു നന്മ നിറഞ്ഞ വിവാഹ വാർഷികം നേരുന്നു. ഒരുപാട് വർഷം രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ജീവിക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വെയിറ്റ് ലോസ് ചലഞ്ച് വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.